അമേരിക്കയിലെ ടെക്സസിലുള്ള ഫ്രിസ്കോയിൽ സന്ദർശകർ ഏറെയുള്ള ചില ഇന്ത്യൻ ഭക്ഷണശാലകൾക്കെതിരെ ഭക്ഷ്യസുരക്ഷാ അധികൃതർ കർശന നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. മാർച്ച് പകുതിയോടെ നടന്ന പതിവ് പരിശോധനകളിലാണ് ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ചലോ ഇന്ത്യ എന്ന ഈ റെസ്റ്റോറന്റ് താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. ഫ്രിസ്കോ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റെസ്റ്റോറന്റിലെ അടുക്കളയിൽ പൂപ്പൽ ബാധിച്ച ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയതാണ് ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചത്. ഫ്രിസ്കോയിലെ ആരോഗ്യ പരിശോധനാ രീതി അനുസരിച്ച് ഡെമെറിറ്റ് സിസ്റ്റമാണ് നിലവിലുള്ളത്. 0 പോയിന്റ് എന്നത് ഏറ്റവും മികച്ച നിലവാരത്തെ സൂചിപ്പിക്കുമ്പോൾ പിഴവുകൾ കൂടുന്നതനുസരിച്ച് പോയിന്റുകളും വർദ്ധിക്കും. ഒരു സ്ഥാപനത്തിന്റെ സ്കോർ 30 കടന്നാൽ അത് പരിശോധനയിൽ പരാജയപ്പെട്ടതായി കണക്കാക്കും. ഇത്തരത്തിൽ 30-ന് മുകളിൽ പോയിന്റ് ലഭിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് അധികാരമുണ്ട്. ചലോ ഇന്ത്യ എന്ന സ്ഥാപനത്തിന് പരിശോധനയിൽ 46 പോയിന്റാണ് ലഭിച്ചത്. അടുക്കളയിൽ പൂപ്പൽ പിടിച്ച ഭക്ഷണത്തിന് പുറമെ ഈച്ചകളുടെ ശല്യവും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെസ്റ്റോറന്റിനോട് ചേർന്നുള്ള ഗ്രോസറി വിഭാഗത്തിലെ ഫ്രീസറുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതും കേടായതുമായ ഭക്ഷണ സാധനങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഇവ പരിശോധന സമയത്ത് തന്നെ നശിപ്പിച്ച് കളയുകയായിരുന്നു. മാംസം, മത്സ്യം, ബ്രെഡ് തുടങ്ങിയവ പാക്ക് ചെയ്ത നിലയിൽ കൃത്യമായ ലേബലുകൾ ഇല്ലായിരുന്നുവെന്നും പരിശോധന നടക്കുമ്പോൾ ഫുഡ് മാനേജർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. റെസ്റ്റോറന്റ് വിഭാഗം അടച്ചുപൂട്ടണമെന്നും ഗ്രോസറി വിഭാഗം മാത്രം പ്രവർത്തിപ്പിക്കാമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. പിന്നീട് നടന്ന പുനഃപരിശോധനയിൽ 18 പോയിന്റ് നേടി നിലവാരം മെച്ചപ്പെടുത്തിയതോടെയാണ് സ്ഥാപനത്തിന് വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ അനുമതി ലഭിച്ചത്. മറ്റൊരു സ്ഥാപനമായ രായലസീമ രുചുലു എന്ന റെസ്റ്റോറന്റിനും പരിശോധനയിൽ കുറഞ്ഞ സ്കോറാണ് ലഭിച്ചത്. ഇതേക്കുറിച്ച് മാനേജറുമായി ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയും പോരായ്മകൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വീറ്റ് റൈസ് എന്ന ഭക്ഷണശാലയ്ക്ക് 8 പോയിന്റ് മാത്രമാണ് ലഭിച്ചതെങ്കിലും കഴുകുന്ന പാത്രങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഈച്ചകളെ കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്കും താക്കീത് നൽകിയിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ മുൻകാല ചരിത്രവും നിലവിലെ നിയമലംഘനങ്ങളുടെ സ്വഭാവവും പരിശോധിച്ചാണ് അവ അടച്ചുപൂട്ടണോ വേണ്ടയോ എന്ന് ഇൻസ്പെക്ടർമാർ തീരുമാനിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഭക്ഷണശാലകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കർശനമായ ആരോഗ്യ നിയമങ്ങൾ ലംഘിക്കുന്നത് വലിയ പിഴകൾക്കും ലൈസൻസ് റദ്ദാക്കുന്നതിനും കാരണമാകുമെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. ഉപഭോക്താക്കളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഇത്തരം നടപടികൾ പ്രവാസി സമൂഹത്തിനിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ ടെക്സസിലെ ഫ്രിസ്കോയിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിനെതിരെ മറ്റൊരു ആരോപണം ഉയർന്നിരുന്നു. റെസ്റ്റോറന്റ് അധികൃതർ അനധികൃതമായി താമസിക്കുന്നവരടക്കമുള്ള F1 വിസയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രം നിയമിക്കുന്നു എന്നാണ് ആരോപണം ഉയർന്നത്. ടെക്സസ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഫ്രിസ്കോയിലെ ബോളിവുഡ് പിസ്സ ഹൗസ് എന്ന ഇന്ത്യൻ റെസ്റ്റോറന്റിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത്. അമേരിക്കൻ നിയമപ്രകാരം F1 വിസയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കഫറ്റേരിയകളിൽ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ. അതായത് ഓൺ ക്യാമ്പസ് റെസ്റ്റോറന്റിന്റെ ജോലികൾ ചെയ്യാം, എന്നാൽ ഓഫ് ക്യാമ്പസ് റെസ്റ്റോറന്റ് ജോലികൾ പാടില്ല. പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ആദ്യ വർഷത്തിന് ശേഷം അവർക്ക് ജോലി ചെയ്യാം, എന്നാൽ റെസ്റ്റോറന്റ് ജോലികൾ ഇതിൽ സാധാരണയായി ഉൾപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ ടെക്സസ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എന്ന സംഘം ഉന്നയിച്ച ആരോപണങ്ങൾ റെസ്റ്റോറന്റിന്റെ പ്രവർത്തനങ്ങളെ സംശയനിഴലിൽ ആക്കിയിരുന്നു.